റബ്ബറിൻ്റെ പാലുൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് ഒട്ടനവധി കമ്പനികൾ ഉത്തേജക മരുന്നുകൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അഗ്രോവിൻ, വൈറ്റെക്സ്, ലാറ്റക്സ്, അതുപോലെ എത്തിഫോൺ തുടങ്ങിയവയാണ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാക്കുന്നത്. എന്നാൽ റബ്ബർ ബോർഡ് ശുപാർശ ചെയ്യുന്നത് എത്തിഫോൺ എന്ന മരുന്നാണ് റബ്ബറിന് ദോഷമില്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. എത്തിഫോൺ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നത് 10% വീര്യമുള്ള അളവിലാണ്. നമുക്ക് 2.5% വീര്യത്തിലോ അല്ലെങ്കിൽ 5% വീര്യത്തിലോ നമുക്ക് എത്തിഫോൺ റബ്ബർ പട്ടകളിൽ ഉപയോഗിക്കാവുന്നതാണ്. 5% വീര്യമുള്ള എത്തിഫോൺ എന്ന കെമിക്കലിൽ നാം പാം ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ചേർത്താണ് അതിൻ്റെ വീര്യം കുറയ്ക്കുന്നത്. ഉദാഹരണത്തിന് 100 മില്ലി എത്തിഫോണിൽ 300 മില്ലി പാം ഓയിലോ വെളിച്ചെണ്ണയോ ചേർക്കുമ്പോൾ അതിൻ്റെ ശതമാനം 2.5% ആകുന്നു. എന്നാൽ നമുക്ക് 5%-ത്തിലാണ് നാം ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ 100 മില്ലി പാം ഓയിലിൽ നമുക്ക് 100 മില്ലി പാം ഓയിലോ വെളിച്ചെണ്ണയോ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ ചേർത്ത അല്ലെങ്കിൽ ഇതിൻ്റെ വീര്യം കുറച്ചിട്ടുള്ള ഈ ലായനി നാം വെട്ടിയ പട്ടയുടെ പുറത്ത്, അതായത് ഒട്ടുപാൽ പൊളിക്കാതെ ഒട്ടുപാലിന് പുറത്തുകൂടിയാണ് നാം തേച്ച് കൊടുക്കേണ്ടത്. തലേ ദിവസം വെട്ടിയ മരത്തിലെ ഒട്ടുപാൽ ഏറെക്കുറെ ഉണങ്ങിയിട്ടുണ്ടാകും. അതിന് പുറമേ ഒരു ബ്രഷ് ഉപയോഗിച്ചാണ് നാം തേച്ച് കൊടുക്കേണ്ടത്. നാം ഈ സമയത്ത് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പാം ഓയിൽ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി വേണം നാം ഈ വെട്ടുപട്ടയിൽ തേച്ച് കൊടുക്കാൻ. അതായത് ഓരോ മരത്തിൻ്റെ ചുവട്ടിലെത്തുമ്പോഴും നന്നായി ഇളക്കി ഈ എത്രൽ എന്ന കെമിക്കലും പാം ഓയിലുമായി അല്ലെങ്കിൽ വെളിച്ചെണ്ണയുമായി നന്നായി സംയോജിപ്പിച്ചതിന് ശേഷം മാത്രമേ നാം ഈ വെട്ടുപട്ടയിലൂടെ തേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഈ എത്രൽ എന്ന് പറയുന്ന ഈ രാസപദാർത്ഥം വെളിച്ചെണ്ണയുടെ അടിയിലേക്ക് എത്തുകയും അത് കൃത്യമായ ശതമാനത്തിൽ നമുക്ക് തേക്കാൻ കഴിയാതെ വരികയും ചെയ്യും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ മരത്തിലും അത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ചിരട്ടയിലോ പാത്രത്തിലോ ഉള്ള ഈ പാം ഓയിൽ ചേർത്ത ദ്രാവകം നന്നായി ഇളക്കിയതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് നാം തേച്ച് കൊടുക്കുക. ഒട്ടുപട്ടയുടെ മുകളിലേക്കാണ്. ഒരിക്കലും ഒട്ടുപാൽ പൊളിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത 72 മണിക്കൂറിന് ശേഷം നമുക്ക് വീണ്ടും ടാപ്പ് ചെയ്യാവുന്നതാണ്. ഒരു 4-5 വിട്ട് കഴിയും തോറും ക്രമേണ വർദ്ധിച്ച പാല് കുറഞ്ഞ് പഴയ പടിയിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് ഈ പ്രക്രിയ ആവർത്തിക്കാവുന്നതാണ്. ഗുഡ് ബൈ.